പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിൽ 2 പേർ പിടിയിലായി. ആലപ്പുഴ സ്വദേശി വിഷ്ണു, ഷോളയൂർ സ്വദേശി റിജിൽ എന്നിവരാണ് പിടിയിലായത്. മധുവിനെ ഓർമ്മയില്ലേ? അട്ടപ്പാടിയിലെ വിശപ്പിന്റെ പേരിൽ ഭക്ഷണം മോഷ്ടിച്ചുവെന്നാരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്ന മധു. അതേ മധുവിന്റെ നാട്ടിൽ നിന്ന് തന്നെയാണ് സമാനമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ദളിത് യുവാവിനെ, ഒരു പട്ടികവർഗത്തിൽപ്പെട്ട യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിക്കുന്നു. മദ്യപിച്ച് വാഹനത്തിന് മുൻപിലേക്ക് ചാടിയെന്നാരോപിച്ചായിരുന്നു ആദിവാസി യുവാവായ സിജുവിനെ ആദ്യം ഈ 2 അംഗ സംഘം മർദ്ദിക്കുന്നത്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. കല്ലെടുത്ത് സിജു വാഹനത്തിന് മുകളിലേക്ക് എറിഞ്ഞുവെന്നാരോപിച്ചാണ്, ഗ്ലാസിന്റെ ചില്ല് പൊട്ടിയെന്നാരോപിച്ചാണ് പിടിച്ച് കെട്ടിയിട്ടത്. ആ ദൃശ്യങ്ങൾ ഈ സംഘങ്ങൾ തന്നെ പകർത്തുകയും ചെയ്തു. കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലേക്ക് നാട്ടുകാരാണ് സിജുവിനെ കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയപ്പോഴാകട്ടെ പ്രാഥമിക ചികിത്സ നൽകി ചില ഓയിൽമെൻറ്റുകളൊക്കെ നൽകി പറഞ്ഞുവിടുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ശരീരത്തിൽ ആസകലം വേദന അനുഭവപ്പെട്ടത്. വീണ്ടും കോട്ടത്തറയിലെ ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റായി. അപ്പോഴാണ് പോലീസ് ഈ സംഭവം തന്നെ അറിയുന്നത്. എന്തായാലും പോലീസ് വന്ന മൊഴി രേഖപ്പെടുത്തി. സംഭവം വാർത്തയായതോടെ, വിവാദമായതോടെ ഈ 2 യുവാക്കളുടെ പേരിലും കേസെടുക്കാൻ തയ്യാറായി. സിജുവിനെ പിടിച്ച് കെട്ടിയിടുക മാത്രമല്ല ചെയ്തത്, ആ കെട്ടിയിട്ട് ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി. അതിനുശേഷം പിന്നീടത് പ്രചരിപ്പിച്ചു. സിജു മദ്യപാനിയാണെന്നും പ്രശ്നക്കാരനാണെന്നും തെളിയിക്കാൻ വേണ്ടി 2 അംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തു. അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു മനോഭാവമാണ്. അശരണ വിഭാഗത്തിൽപ്പെടുന്ന, പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആരുടെ നേർക്കും ഇത്തരത്തിൽ കെട്ടിയിട്ടും മറ്റും മർദ്ദനം നടത്താമെന്നത് ഇത് സാക്ഷര കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ അനുവദിച്ചുകൂടാ. ഇനിയൊരു മധു ഉണ്ടാകരുത്, ഇനിയൊരു സിജു ഉണ്ടാകരുത്. രാജീവ് സുധേനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.